ഷക്കീന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പുത്രനായ ദൈവമേ, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരിച്ചുപോയ ആത്മാക്കൾ, അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആരാരും പ്രാർത്ഥിക്കാൻ ഇല്ലാതെ വിഷമിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയോട് നമുക്ക് പ്രത്യേകിച്ച് മധ്യസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് ഇവിടെ നമ്മൾ വെളിപാട് പുസ്തകത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൽ 7 എന്ന നമ്പർ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട്. ഇവിടെ നമ്മൾ ഇത് ഒരു വ്യാഖ്യാനമല്ല, വെളിപാട് പുസ്തകത്തെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങൾ സഭാത്മകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഏറ്റവും അടുത്തൊരു പുസ്തകം നമുക്കുള്ളത് മൈക്കിൾ കാരിമറ്റമ്മച്ചൻ്റെ വെളിപാട് പുസ്തകം, ഒരു വ്യാഖ്യാനം എന്ന പുസ്തകമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടോ എന്നറിയില്ല. ഇംഗ്ലീഷിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം USCCBയുടെ ബൈബിൾ ഓൺലൈൻ സെർച്ച് ചെയ്താൽ ബൈബിളിലെ എല്ലാ ബുക്കും നമുക്ക് ലഭിക്കും. USCCB എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഫറൻസ് ഓഫ് ബിഷപ്പ് കോൺഫറൻസ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് USCB. അതിൻ്റെ /ബൈബിൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിലെ എല്ലാ ബുക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ചെറിയതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അതിൻ്റെ ഫുട് നോട്ടായിട്ട് നമുക്ക് ലഭിക്കും. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും. ഈ സപ്തമുദ്രകൾ 7 കാഹളങ്ങൾ, 7 പാത്രങ്ങൾ, ഇവ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സപ്തമുദ്രകളെക്കുറിച്ചുള്ള വിവരണം നമുക്ക് ലഭിക്കുന്നത് 6-ാം അധ്യായത്തിൽ നിന്നും 8-ാം അധ്യായത്തിൽ നിന്നുമാണ്. 7 കാഹളങ്ങളെ സംബന്ധിച്ച വെളിപാട് പുസ്തകം 8-9 അധ്യായങ്ങളിലും തുടർന്ന് 11-ാം അധ്യായത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 7-ാമത്തെ മുദ്ര തുറക്കപ്പെടുന്നത് 7 കാഹളങ്ങൾക്കുള്ള പശ്ചാത്തലം കൂടിയായിട്ടാണ്. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. 7 പാത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരണം വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. നമ്മൾ വീണ്ടും വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ നായകൻ യേശുക്രിസ്തുവും നായിക സഭയുമാണ്, മണവാളനും മണവാട്ടിയും. യോഹന്നാൻ സ്ലീഹ പത്മോസ് ദ്വീപിൽ വെച്ച് തനിക്കുണ്ടായ മനുഷ്യപുത്ര ദർശനത്തെക്കുറിച്ച് 1-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്നോട് സംസാരിച്ച് സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ
ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും. അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. നമ്മുടെ മണവാളനെക്കുറിച്ചുള്ള എത്രയോ മനോഹരമായ ഒരു വിവരണമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇത്ര ശക്തനായ ഒരു ദൈവം നമുക്ക് ഉള്ളപ്പോൾ നാം ആരെയാണ് ഭയപ്പെടേണ്ടത്? ഇനിയും നമ്മൾ കുഞ്ഞാട് മണവാട്ടിയോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് 1-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. കാഹളത്തിൻ്റേതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തിയത്തീറ, സാർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കുക. അവിടെ 7 സഭകൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ സാർവത്രികമായ സഭയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ 7 സഭകൾക്ക് മനുഷ്യപുത്രൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു അത് പ്രവൃത്തികൾ എന്നുള്ള രീതിയിൽ ഫിൽട്ടർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ 7 സഭകൾക്കുള്ള സന്ദേശത്തിൽ 7 ആക്ഷൻസ് ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1, അനുദപിക്കുക. 2, വിശ്വസ്തനായിരിക്കുക. 3, മുറുകെ പിടിക്കുക. 4, ഉണരുക. അതിനോട് ചേർന്ന് തന്നെ അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. 5, കാത്തു സൂക്ഷിക്കുക. 6, ഉറച്ചു നിൽക്കുക. 7, തീക്ഷ്ണതയുള്ളവരായിരിക്കുക. സഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ജാഗ്രതയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ട 7 പ്രവൃത്തികളെ സംബന്ധിച്ച് നമുക്ക് അവിടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. ഇനിയും നമ്മൾ കുഞ്ഞാടിൻ്റെ യോഗ്യത വെളിപാട് പുസ്തകത്തിൽ 5:5 നമുക്ക് വായിക്കാൻ സാധിക്കും. കുഞ്ഞാടിന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. വെളിപാട് 5:6 വായിക്കുന്നു, അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശേഷന്മാരെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കാഹളങ്ങളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. 5-ാമത്തെ 9-ാം വാക്യത്തിൽ കുഞ്ഞാടിൻ്റെ യോഗ്യത പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും കുഞ്ഞാടിന് യോഗ്യത. കാരണം അവൻ വധിക്കപ്പെട്ടു. അവൻ്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. വെളിപാട് 5:12 നമുക്ക് കുഞ്ഞാടിന് നമ്മൾ സ്തുതിയും മഹത്വവും കൊടുക്കുമ്പോൾ 7 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. വീണ്ടും കുഞ്ഞാട് യോഗ്യനാണ്. ശക്തി, ധനം, ജ്ഞാനം, ആധിപത്യം, ബഹുമാനം, മഹത്വം, സ്തുതി ഇവ സ്വീകരിക്കാൻ കുഞ്ഞാട് യോഗ്യനാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനയിലും വെളിപാട് പുസ്തകം 7:12 7 കാര്യങ്ങൾ വരുന്നുണ്ട്. ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കുഞ്ഞാട് മുദ്രകൾ തുറക്കുന്നു. ഇത് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ 6-8 അധ്യായങ്ങളോടെ വായിച്ചെടുക്കാൻ സാധിക്കും. 7 മുദ്രകളാണുള്ളത്. വെള്ളക്കുതിര, തീക്കനലിൻ്റെ നിറമുള്ള കുതിര, കറുത്ത കുതിര, വിളറിയ കുതിര, ബലിപീഠം, അതിന് കീഴിൽ വധിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ, പ്രകൃതിയിൽ ദുരന്തം, ഭൂകമ്പം, സൂര്യനിലും ചന്ദ്രനിലും മാറ്റങ്ങൾ,
ഈ 6 വിധത്തിലുള്ള കാര്യങ്ങൾ 6 മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ 1, 2, 3, 4, 5, 6 മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാം. ഇവിടെയെല്ലാം നമുക്ക് ലഭിക്കുന്നത് അനുതാപത്തിനുള്ള അവസരമാണ്. തിന്മയുടെ ഉന്മൂലനം ദൈവം അത് ഘട്ടം ഘട്ടമായിട്ട് അനുവദിക്കുന്നു. കുഞ്ഞാട് മുദ്രകൾ തുറക്കുമ്പോൾ നമുക്ക് അനുതാപത്തിനുള്ള അവസരമുണ്ട്. 7-ാം മുദ്ര തുറക്കപ്പെടുന്നത് 7 കാഹളങ്ങൾക്കുള്ള പശ്ചാത്തലം കൂടിയിട്ടാണ്. 7 കാഹളങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി. തുടർന്ന് പ്രകൃതിയിൽ ദുരന്തം, വൃക്ഷത്തിലും പച്ചപ്പുല്ലിലും മാറ്റങ്ങൾ, കടലിൽ ദുരന്തം, നദികളിലും നീരുറവകളിലും ശുദ്ധജലത്തിൽ മാറ്റങ്ങൾ, സൂര്യനിലും നക്ഷത്രങ്ങളിലും മാറ്റങ്ങൾ. 5, 6, 7 കാഹളങ്ങൾ അത് ദുരിതം 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 എന്ന് നമുക്ക് വായിച്ചെടുക്കാം. 7-ാമത്തെ കാഹളം 11-ാം അധ്യായം 15-ാം വാക്യം. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി. ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. 12-ാം അധ്യായം 12-ാം വാക്യം. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 14, 15 അധ്യായങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസകരമായ അധ്യായങ്ങളാണ്. ഇവിടെ 14-ാം അധ്യായത്തിലെ ആദ്യഭാഗത്ത് കുഞ്ഞാടും അനുയായികളും പ്രത്യക്ഷപ്പെടുന്നു. 14-ാം അധ്യായത്തിൽ തന്നെ വിളവെടുപ്പ് സംബന്ധിച്ച് 14 മുതലുള്ള വാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 15-ാം അധ്യായം വിജയികളുടെ സ്തുതിഗീതം. ഈ 15 അധ്യായങ്ങളോട് കൂടി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അനുതാപത്തിൻ്റെ അവസരങ്ങൾ അവസാനിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ ക്രോധത്തിൻ്റെ പാത്രങ്ങൾ, അത് ദൈവക്രോധത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. അത് ആരംഭിക്കുന്നതോടുകൂടി തിന്മയുടെ ഉന്മൂലന നാശമാണ്. അവിടെ പിതാവായ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ശ്രീകോവിലിൽ വീണ്ടും ആർക്കും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതായത് പിന്നീട് അവിടെ യാതൊരുവിധ അനുതാപത്തിനും അവസരമില്ല. ആദ്യത്തെ കാഹളം മുഴക്കുമ്പോൾ മൃഗത്തിൻ്റെ മുദ്രകൾ സ്വീകരിച്ചവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരെ അത് ബാധിക്കുന്നു. രണ്ടാമത് കടലിനെ ബാധിക്കുന്നു. മൂന്നാമത് നദികളെയും നീരുറവുകളെയും ബാധിക്കുന്നു. നാലാമത് സൂര്യനെ ബാധിക്കുന്നു, അത്യഉഷ്ണം. അഞ്ചാമത് രാജ്യം ഇരുട്ടിലാകുന്നു. ആറാമത് 4 ദുഷ്ടാരൂപികൾ മോചിതരാകുന്നു. ഏഴാമത് പാത്രം ഭൂമിയിലേക്ക് ഒഴുകുമ്പോൾ, ദൈവക്രോധത്തിൻ്റെ പാത്രം ദൂതൻ ഭൂമിയിലേക്ക് ഒഴുകുമ്പോൾ 16-ാം അധ്യായം 17, 20 വാക്യങ്ങൾ. ഏഴാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിലേക്ക് ഒഴിച്ചു. അപ്പോൾ ശ്രീകോവിലിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു, ഇതാ തീർന്നു. അപ്പോൾ മിന്നൽ പിണരുകളും ഉച്ചഘോഷങ്ങളും
ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പവും ഉണ്ടായി. മഹാനഗരം മൂന്നായി പിളർന്നു. ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു. തൻ്റെ ഉഗ്രകോപത്തിൻ്റെ ചഷകം മുട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു. പർവ്വതങ്ങൾ കാണാതായി. താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു. കന്മഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു. അത് അത്ര ഭയങ്കരമായിരുന്നു. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാത്രങ്ങൾ വരുമ്പോൾ ഒരു നരകതുല്യമായ ഒരു അവസ്ഥയാണ് സംഭവിക്കുന്നത്. അവിടെ ദുഷിപ്പും അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അനുതാപത്തിന് അവിടെ യാതൊരുവിധ സാധ്യതയുമില്ല. വെളിപാട് പുസ്തകം 19-20 നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുടെ കാത്തിരിപ്പിൻ്റെ അവസാനമെന്ന് പറയാം. 19-ാം അധ്യായത്തിൽ ആദ്യമേ തന്നെ സ്വർഗത്തിലെ വിജയഗീതം, ദൈവവചനത്തിൻ്റെ ശക്തമായ നീതി നടത്തിപ്പ്, 20-ാം അധ്യായത്തിൽ 1000 വർഷത്തെ ഭരണം, ആദ്യത്തെ പുനരുത്ഥാനം, 21-ാം അധ്യായത്തിൽ പുതിയ ആകാശം പുതിയ ഭൂമി. 29-ാമത്തെ വാക്യം നമുക്കിങ്ങനെ വായിക്കാം. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. 9-10 വാക്യങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം വെളിപാട് പുസ്തകം ഒരു കടന്നുപോകലാണ്. പുതിയ നിയമത്തിലെ ഒരു കടന്നുപോകലാണ്. അത് പിതാവിങ്കിലേക്കുള്ള കടന്നുപോകലാണ്. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പിതാവ് അവിടുത്തെ മഹാകരുണയാൽ ദുരിതങ്ങളെല്ലാം കടന്നുപോയി. പുതിയ ആകാശവും പുതിയ ഭൂമിയും, അങ്ങനെ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിൽ നിത്യമായി വസിക്കുന്ന വലിയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപാട് പുസ്തകത്തിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന എപ്പോഴും കർത്താവായ യേശുവേ വരണമേ എന്നതാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു.